നമസ്കാരം. ഇ-കൊമേഴ്സിന്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൗമ്യ. പാർട്ട് 1 and 2 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇ-കൊമേഴ്സ്, ബെനിഫിറ്റ്സ് ഓഫ് ഇ-കൊമേഴ്സ്, ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ്, ടെക്നോളജിക്കൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ-കൊമേഴ്സ് വരെയാണ്. അപ്പോൾ 1 and 2 കാണാത്തവർ തീർച്ചയായും 1 and 2 കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള വെബ്സൈറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് കേട്ടറിവുണ്ട്. പക്ഷേ അവയെല്ലാം ഒന്നിന്ന് ഒന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ സേവനങ്ങൾ ഒരു സൈറ്റിൻ്റെ സേവനമായിരിക്കില്ല അടുത്ത സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഇ-കൊമേഴ്സ് സൈറ്റാണ് ക്രേറ്റ് ആൻഡ് ബാരൽ, സെമാൻടെക്, ആംവേ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, HP. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആമസോൺ നമ്മുടെ ഇന്ത്യയിലും പോപ്പുലറാണ്. ഫ്ലിപ്കാർട്ട്, ജാബോങ്, നാപ്തോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ്സ്. അപ്പോൾ ഈ വെബ്സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന സേവനങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ ആ വ്യത്യസ്തത അനുസരിച്ചിട്ട് ആ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളുടെ വൈവിധ്യത്തിനനുസരിച്ചിട്ട് ഈ സൈറ്റിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ട്രാൻസാക്ഷണൽ സൈറ്റ്, സെക്കൻഡ് വൺ സ്റ്റാറ്റിക് കണ്ടന്റ് സൈറ്റ്, തേർഡ് വൺ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഓർ ഓപ്ഷൻ സൈറ്റ്. ഇതൊക്കെയാണ് 3 ടൈപ്പിലുള്ള വെബ്സൈറ്റ്സ്. ട്രാൻസാക്ഷണൽ സൈറ്റ് നമുക്ക് നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബാങ്കിങ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയാലും ക്രെഡിറ്റ് യൂണിയൻസ് ആയാലും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റ് ത്രൂ ഒരു കസ്റ്റമറിന് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ട്രാൻസാക്ഷണൽ സൈറ്റ്. സിംപ്ലി വി ക്യാൻ സേ ദ സൈറ്റ് ദാറ്റ് സപ്പോർട്ട് ഓൺലൈൻ സെയിൽസ്. Transactional site can be either hosted or on premise and can conduct full end-to-end transaction via the website. Enable customers to search for, order and pay for the product online. Allow customers to contact the company for after sales service. അതായത് ഒരു സാധനത്തിൻ്റെ പർച്ചേസിങ് മുതൽ അതിൻ്റെ പേയ്മെൻറ്റ് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സൈറ്റ് വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം സൈറ്റാണ് ട്രാൻസാക്ഷണൽ സൈറ്റ്. സ്റ്റാറ്റിക് കണ്ടന്റ് സൈറ്റ്. Such a site generates sales by promoting corporate awareness rather than by facilitating online transactions. Its function is similar to that of a brochure. It provides information about the product or service and contact information about how to proceed with a purchase. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്യാറുണ്ട്. അതിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ കമ്പനി ഏതൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുക എന്നതുമാണ് ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളടുത്തൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാണ്. ജ്വല്ലറിയിലെ ബ്രോഷേഴ്സിനകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ജ്വല്ലറിയുടെ ഡിസൈൻസ്, അവരുടെ സർവീസസ് ഒക്കെ ആയിരിക്കും ബ്രോഷേഴ്സിൻ്റെ കണ്ടൻറ്റ്. ആ ബ്രോഷേഴ്സ് കണ്ടിട്ട് കസ്റ്റമർ ഇംപ്രസ് ആവുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ സ്റ്റാറ്റിക് കണ്ടന്റ് സൈറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് കണ്ടന്റ് സൈറ്റിൻ്റെ ഡ്യൂട്ടിയും ബ്രോഷേഴ്സിന് സമാനമാണ്. ഈ സൈറ്റ് ത്രൂ കസ്റ്റമറിന് പ്രൊഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ പർച്ചേസിങ്ങിനെ കുറിച്ചുമുള്ള അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടക്കാത്തതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ആവശ്യമായി വരുന്നില്ല. എന്നതിനാൽ സ്റ്റാറ്റിക് കണ്ടന്റ് സൈറ്റിൻ്റെ ഡിസൈനും മെയിൻ്റനൻസും ട്രാൻസാക്ഷൻ സൈറ്റിനേക്കാളും ഈസിയാണ്. Online marketplace or auction site. These sites are hosted platforms that bring buyers and sellers together to facilitate transactions. Participation on one of the sites often provides an efficient way of finding a customer without the expense of building a proprietary transactional website. Auction means forwarding or reversal. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സൈറ്റ് where product or service information is provided by multiple third parties. ഇവിടെ സാധാരണ നമ്മുടെ മാർക്കറ്റുകളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ തന്നെയാണ് നടക്കുന്നത് ഈ സൈറ്റ് വഴി. ഇപ്പോൾ സെല്ലേഴ്സ് ഉണ്ടാവും, ബയേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ
കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അപ്പോൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ കസ്റ്റമറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എക്സ്പെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈപ്സ് ഓഫ് വെബ്സൈറ്റിന് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷണൽ സൈറ്റ്. അതിന് എക്സാമ്പിളാണ് ഡെൽ കമ്പ്യൂട്ടർ, ആമസോൺ. സ്റ്റാറ്റിക് കണ്ടന്റ് സൈറ്റിന് എക്സാമ്പിൾ ഹോണ്ട, ഫോർഡ്. ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഓർ ഓപ്ഷൻ സൈറ്റിന് എക്സാമ്പിൾ eBay. ഇനി നമുക്ക് ഇ കോമേഴ്സിൻ്റെ കുറച്ച് ടേംസ് പരിചയപ്പെടാം. ഓൺലൈൻ കാറ്റലോഗ്. ഇവിടെ ഓൺലൈൻ കാറ്റലോഗിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, സെല് ചെയ്യാൻ വെച്ചേക്കുന്ന ഐറ്റംസ്, അതിൻ്റെ പ്രൈസൊക്കെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ബൈ ഡെഫിനിഷൻ നോക്കാം. ഓൺലൈൻ കാറ്റലോഗ്സ് ആർ ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് given on a website for sale. Buyers chooses the product by browsing through the product and choosing the product which suits him or her. Shopping cart. A shopping cart is a piece of software that acts as an online store's catalog and ordering process. Typically, a shopping cart is the interface between a company's website and its deeper infrastructure. Shopping carts can be sold as independent pieces of software, so companies can integrate them into their own unique online solution, or they can be offered as a feature from a service that will create and host a company's e-commerce site. അതായത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒരു കസ്റ്റമർ വന്ന് ഓരോ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ട്, ഒരു കടയിൽ കയറിയിട്ട് ഒരു ബക്കറ്റ് എടുക്കുന്നു. അതിൽ ഓരോ ഐറ്റംസ് പർച്ചേസ് ചെയ്തിടുന്നു. ഏതുവരെ? നമ്മുടെ ഷോപ്പിംഗ് എൻഡ് ചെയ്യുന്ന നമ്മൾ ബില്ല് കൊടുക്കുന്നത് വരെ. അപ്പോൾ ഓരോ ഐറ്റവും പർച്ചേസ് ചെയ്ത് നമ്മളൊരു ബക്കറ്റിനകത്തേക്ക് ആക്കുന്നു. അതേ എഫക്റ്റാണ് ഈ ഷോപ്പിംഗ് കാർട്ടിനുള്ളത്. നമ്മുടെ ഒരു കസ്റ്റമറിന് എന്ത് ചെയ്യാം, അവരുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഓരോ ഐറ്റംസ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഈ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിനെ ട്രേസ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഫെസിലിറ്റിയാണ് ഷോപ്പിംഗ് കാർട്ട്. നമ്മൾ ഏതെങ്കിലും ഇ കൊമേഴ്സ് സൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കാശ് കൊടുത്ത് വാങ്ങണം അല്ലേ? അപ്പോൾ അതിനുള്ള സ്റ്റെപ്പാണ് പേയ്മെൻറ്റ് ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ്. After clicking checkout, a payment option is shows which normally have various options like COD. COD stands for cash on delivery, internet banking, debit card, credit card, etc. The buyer chooses the proper option for payment, and after successful payment, it is notified to the buyer, and finally products are delivered to buyer's address. നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പേ ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പ്രോഡക്റ്റ് വീട്ടിലെത്തി കഴിഞ്ഞാൽ മാത്രം ക്യാഷ് പേ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ആ സൈറ്റ് എന്ത് ചോദിക്കുന്നുണ്ട്, അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റ് നമ്മുടെ അഡ്രസ്സ് നോട്ടിഫൈ ചെയ്യുകയും ആ അഡ്രസ്സിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനുള്ള ഒരു സ്റ്റെപ്പ്, അതായത് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ വിത്തിൻ 3 or 5 days നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. Authorization and chargeback. Authorization is the function of specifying access rights to resources related to information security and computer security in general and to access control in particular. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ബില്ലിംഗ് സെക്ഷൻ. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒന്നുകിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കാർഡായിരിക്കും, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡായിരിക്കും. ഇങ്ങനെ കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കാർഡ് ഇഷ്യൂ ചെയ്തേക്കുന്ന ബാങ്കും മർച്ചൻറ്റും തമ്മിൽ ഒരു പെർമിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യണം എന്താണ്, കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിനകത്ത് സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട് ക്രെഡിറ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഓതറൈസേഷൻ ഡിക്ലൈൻ ചെയ്യും.
Authorization is the process through which a merchant obtains permission from a customer's card issuing bank to accept the card for payment. Next, chargeback. Chargeback refers to paying the money back to the buyer after the price has been deducted from his. It happens in various situations. നമ്മൾ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, പക്ഷേ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയില്ല, ടിക്കറ്റ് പ്രോസസ്സ് ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടണം. അങ്ങനെ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതിനെയാണ് ചാർജ് ബാക്ക് എന്ന് പറയുന്നത്. ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.